നമുക്ക് ഫുട്ബോൾ ലോകകപ്പ് അത് വലിയ പ്രതീക്ഷയാണ്. ഇതിഹാസ താരം IM വിജയനും ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് മലയാളത്തിനോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. ലെവിൻ കെ വിജയനൊപ്പം ചേർന്ന ആ വാക്കുകളിലേക്ക്. ലോകകപ്പാണ്, എങ്ങും ഫുട്ബോൾ ആവേശമാണ്. മലയാളികൾക്ക് വേൾഡ് കപ്പ് എന്നാൽ ആർക്കും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട, ആ കളി പറയാനും കളിയാവേശം പങ്കിടാനും ഒക്കെ IM വിജയൻ. ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം ഇല്ലാതെ ഒരു വേൾഡ് കപ്പ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലാണ് എങ്ങും. വിജയേട്ടനും വലിയ ആവേശം തന്നെയായിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വലിയൊരു ആവേശത്തിലാണ്. കാരണം അമേരിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് കാണാൻ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ 7ാമത്തെ വേൾഡ് കപ്പാണ് കാണാൻ പോണത്. ചേട്ടനെ സംബന്ധിച്ചിട്ട് ഒരു കടുത്ത അർജന്റീന ആരാധകനാണ്. പക്ഷേ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ആര് വിജയിക്കുന്നതാണ് ഒന്ന് പറയാൻ കഴിയും? ഞാൻ അർജന്റീന ആരാധകനാണ്. പക്ഷേ ഈ കൊല്ലം മെസ്സിക്ക് ഓൾറെഡി കപ്പ് കിട്ടി. ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാവശ്യം പോർച്ചുഗലിന് കപ്പ് കിട്ടാൻ ക്രിസ്ത്യാനിക്ക്. ഫുട്ബോൾ വിദഗ്ധരും ആരാധകരും ഒക്കെ ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും അവർ കൽപ്പിക്കുന്നതുമായിട്ടുള്ളത് സ്പെയിനിന്റെ വീണ്ടും ഒരു ലോകകപ്പ് വിജയമാണ്. പക്ഷേ സ്പെയിൻ നല്ല ടീമാണ്. പക്ഷേ അതിലും ഭയങ്കര കളി എന്ന് പറഞ്ഞൊരു ഫൈനൽ കളി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊറോക്കയും ബ്രസീലിന്റെ കളിയാണ്. ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഫുട്ബോൾ ലോകകപ്പിലെ ഒരു നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഫൈനല് നമ്മളൊക്കെ മുൻമുന്നേമ നിർത്തിയിട്ടുള്ളതാണ്. അതൊരിക്കലും ഒരു ലോകത്തുള്ള ഒരു ആൾക്കാർ ഫുട്ബോൾ പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഫൈനലാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ ഒരുപിടി താരങ്ങൾ, മെസ്സി അടക്കം റൊണാൾഡോ അടക്കം ഒട്ടേറെ താരങ്ങൾ വേൾഡ് കപ്പ് അവരുടെ കളി ജീവിതം അവസാനിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇല്ല, ഭയങ്കര വിഷമമുള്ള കാര്യം. ഇങ്ങനത്തെ ലെജൻസ് ഒക്കെ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള. പക്ഷേ ഇപ്പോൾ മറഡോണ കഴിഞ്ഞ ആര് വരും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ മെസ്സി വന്നു. ഇനിയിപ്പോൾ റൊണാൾഡോയും മെസ്സി നെയ്മറൊക്കെ കളി കഴിഞ്ഞു പോകുമ്പോൾ ഇഷ്ടംമാര് ബാക്ക് ചെയ്ത് പിള്ളേർ വരുന്നുണ്ട്. ഒരു മലയാളി ആദ്യമായി ലോകകപ്പിൽ പന്തിൽ കാൽ തൊടാൻ പോകുന്നു. തീർച്ചയായിട്ടും 2 പേരുണ്ട് അവിടെ. ഒരു കൊറിയാന്ന് പറഞ്ഞിട്ട് അവനാണ് ഈ അവരുടെ നാഷണൽ ടീമിന്റെ ജേഴ്സിയൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അഭിമാനിക്കാം. കാരണം ഇന്ത്യക്ക് അഭിമാനിക്കാം. ഭയങ്കരമായിട്ടൊരു പ്രൗഡാണ്. ഏഷ്യയിലെ ഒരു പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ് ഈ ലോകകപ്പ് അല്ലേ? നമുക്ക് അതല്ല ചോദിക്കാൻ വന്നാൽ നമ്മളെന്ന് വേൾഡ് കപ്പ് കളിക്കാന്ന് നമുക്കൊരു 10-30 വർഷം. കാരണം ഇപ്പോൾ ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കാതെ അങ്ങനത്തെ കുറച്ച് പേര് എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് വരും. ഒരു 10-20-25 വർഷം കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളും കളിക്കും. ഏതായാലും വലിയ ആവേശത്തിലാണ് മലയാളികളെ പോലെ തന്നെ IM വിജയനും. അദ്ദേഹവും ലോകകപ്പ് കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. സെമി ഫൈനലും ഫൈനലും അദ്ദേഹം നേരിട്ട് കാണും. മലയാളികളുടെ ഫുട്ബോൾ ആവേശത്തിന്റെ എല്ലാ കഥകളും അദ്ദേഹം നമ്മളുമായി പങ്കിടും അമേരിക്കയിൽ നിന്ന് തന്നെ എന്ന് കരുതാം. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.